Hi friends, welcome to PSC and Cooperative Winner. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് അതുപോലെ തന്നെ CSEB കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി, ക്യാഷ്യർ തുടങ്ങിയ കോപ്പറേറ്റീവ് ബേസിൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ചാനലാണ് PSC ആൻഡ് കോപ്പറേറ്റീവ് വിന്നർ. അപ്പോൾ ഒരുപാട് ദിവസമായി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ഇനി എന്നും റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു കോപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസൊന്നും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ഒഴിവുണ്ട് അല്ലേ. നമുക്ക് COVID-19 കൊറോണ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒഴിവുണ്ട്. നമുക്ക് പുറത്തൊന്നും പോയി കോച്ചിങ്ങിന് പോകാനോ ഒന്നിനും ടൈമില്ല, ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമുക്ക് ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പേര് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാ സിറ്റുവേഷൻസും നമ്മുടെ നോർമൽ സ്റ്റേജിൽ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു മാസം, ഒരു 1 മന്തോ കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസൊക്കെ മെയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്, ഒക്കെ റെഡി ആവുകയാണെങ്കിൽ. അപ്പോൾ മെയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മെയ് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് അല്ലേ, ജൂണിലൊക്കെ എന്തുണ്ടാവും, നമ്മുടെ PSC എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അറിയില്ല, ബട്ട് നമുക്കങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം. ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ എക്സാംസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ എക്സാം ഏപ്രിൽ 28 ആയിരുന്നു, അതാണ് മാറ്റി വെച്ചത്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യാമെന്ന് അറിയില്ല, എങ്കിൽ നമുക്ക് ഉടനെ തന്നെ എക്സാംസ് ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ CSEBൻ്റെ എക്സാംസും ഉടനെ ഉണ്ടാവും. അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 30 ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെൻഷൻ ബോർഡിൻ്റെ ഏപ്രിൽ 30 പക്ഷേ മെയ് 3 വരെ ജില്ലകളിലും ഒരു ഇളവുമില്ലാത്ത ലോക്ക്ഡൗൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനിയും ഡേറ്റ് നീട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പഠനം ഒരിക്കലും നമ്മൾ പിറകോട്ട് പോകരുത്, നമ്മൾ പഠിച്ച് നേടുക തന്നെ വേണം. അപ്പം അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. അപ്പോൾ സെക്ഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട്, അപ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്ന സെക്ഷൻസ് മാത്രമല്ല, ഒരുപാട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോലും ഒരുപാട് സെക്ഷൻസ് കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടു, CSEBൻ്റെ എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെക്ഷൻസും റൂൾസും എങ്കിലും തറവാക്കി പഠിക്കുക. ഈ ഒരു കൊറോണ കാലത്ത് അതിൻ്റെ സെക്ഷൻസും അതുപോലെ തന്നെ റൂൾസും അത് നമുക്ക് കറക്റ്റായിട്ട് തറവാക്കി പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അപ്പോൾ 1969 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻസും റൂൾസൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ചായിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനിയും സെക്ഷൻസും റൂൾസൊന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇനി നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻസും റൂൾസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സാം കഴിഞ്ഞു അല്ലേ, ഫെബ്രുവരിയിൽ കഴിഞ്ഞു. അപ്പോൾ ആ എക്സാമിന് പുതിയ സിലബസാണ് PSC റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സെയിം സിലബസ് തന്നെയാണ് ഇനി നടത്താൻ പോണ ഖാദി ബോർഡിൻ്റെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് ക്ലാസ്സസ്, അതായത് 52 പാർട്ട് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയ ഒരുപാട് ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 51 പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 52ാമത്തെ പാർട്ടാണ് അതിലേക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സിലബസ് ഈ 2 എക്സാമിന് മാത്രമല്ല, ഇനിയും PSCൻ്റെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് കോപ്പറേറ്റീവ് ബേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ സിലബസും ഈ സെയിം സിലബസിന് ആവാനുള്ള പോസിബിലിറ്റി ഒരുപാടാണ്, കാരണം ഇതൊരു പുതിയ സിലബസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 51ഓളം പാർട്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരിക്കും, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പം അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി എക്സാം എഴുതുന്നവർക്കും ഒരു സെപ്പറേറ്റ് ഫോൾഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനും ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാമിനും. കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള സിലബസ് ഏതിലുണ്ട്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിലുണ്ട്. അതിൽ അക്കൗണ്ടിങ് എന്നുള്ള പാർട്ട് ഇല്ലതാണ്. പക്ഷേ ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി എക്സാമിന് അക്കൗണ്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ കുറച്ചൊക്കെ സിലബസ് ഒന്നും ഇല്ല. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഫോൾഡറായി കൊടുത്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ പറയണം, കണ്ടിട്ടില്ലെങ്കിൽ പറയണം. അപ്പോൾ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക്
പതുക്കെ സെക്ഷൻസൊക്കെ പഠിക്കാം. അത് നമുക്ക് ഓരോ ഏരിയ വൈസൊക്കെ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർഡർ തന്നെ പറഞ്ഞു പോകാം. പിന്നെ നമുക്ക് ഓരോ ഏരിയ എടുത്തിട്ട് ഇപ്പോൾ ജനറൽ ബോഡീൻ്റെ മാത്രം സെക്ഷൻസ് അങ്ങനെ പഠിപ്പിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ സെക്ഷൻ 3 ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് രജിസ്ട്രാർ. അപ്പോൾ സെക്ഷൻ 3 രജിസ്ട്രാറാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 4 എന്ന് പറഞ്ഞാൽ സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. ഓക്കെ, സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്, അതാണ് സെക്ഷൻ 4 ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സെക്ഷൻ 3 രജിസ്ട്രാറാണ്. സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. സെക്ഷൻ 5 എന്താണ്? രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. മുമ്പൊക്കെ അൺലിമിറ്റഡ് ലാബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ വെറും ലിമിറ്റഡ് ലാബിലിറ്റിയിൽ മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടുള്ള സെക്ഷൻസ്. സെക്ഷൻ 3 രജിസ്ട്രാർ, സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്, സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. ഓക്കെ, ഇപ്പം തന്നെ പഠിച്ചു പോവാം. 3, 4, 5 രജിസ്ട്രാർ, സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്, രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ആണ് സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. ഇത് നമുക്കൊരു ഓർഡറിൽ പഠിക്കാം. അപ്പോൾ സെക്ഷൻ 5 വരെ നമ്മൾ പഠിച്ചു അല്ലേ. സെക്ഷൻ 5 എന്തായിരുന്നു? രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. അപ്പോൾ ലാബിലിറ്റി 5 എന്തെങ്കിലുമൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ 5 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ഘട്ടം സ്റ്റാർട്ട് ചെയ്യണത് 6ലാണ്. അപ്പോൾ 6 എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലേ, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളത് 6 ആണ്, സെക്ഷൻ 6. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ നടത്തണം അല്ലേ. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുക, പിന്നെ എന്താണ്? രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ സെക്ഷൻ 7 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ. ദെൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ സെക്ഷൻ 8 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. സെക്ഷൻ 10 എന്താണ്? 10 അവിടെ നിൽക്കട്ടെ, അതിന് മുമ്പ് സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, സെക്ഷൻ 7 രജിസ്ട്രേഷൻ, സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് ഓർഡറിൽ പഠിക്കുക. 6, 7, 8. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 6 ആപ്ലിക്കേഷൻ, 7 രജിസ്ട്രേഷൻ, 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 10. സെക്ഷൻ 10 ആണ് ചേഞ്ച് ദ നെയിം ഓഫ് സൊസൈറ്റി. അതായത് സൊസൈറ്റീൻ്റെ നെയിം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൻ 10 എന്ന് പറയുന്നത്. സെക്ഷൻ 8A ഉണ്ടായിരുന്നു, അഫിലിയേഷൻ ടു സൊസൈറ്റീസ് എന്നുള്ളത് സെക്ഷൻ 8A ആണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കൂട്ടിച്ചേർക്കാം. അപ്പോൾ ജസ്റ്റ് ഇത്ര വരെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. 3 രജിസ്ട്രാർ ആയിരുന്നു. 4 എന്തായിരുന്നു? സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. 5 എന്തായിരുന്നു? രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. ഓക്കെ, 6 എന്തായിരുന്നു? അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. 7 രജിസ്ട്രേഷൻ, 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, 10 ചേഞ്ച് ദ നെയിം ഓഫ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചെന്ന് വിചാരിക്കുന്നു. പഠിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഫ്ലുവൻ്റായിട്ട് തന്നെ പഠിക്കുക, മാറരുത്, കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.